ചില ബിൽഡിങ്ങുകളൊക്കെ പുതിയതായിട്ട് പണിതുയർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അതുണ്ടോ, ഇപ്പോൾ അധികം കാണാറില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കാണുമായിരുന്നു. നമ്മൾ ഈ പുത്തൻ ബിൽഡിംഗ് ഒക്കെ പണിത് വരുമ്പോൾ ഫ്രണ്ടിലൊരു സാധനത്തെ കൊണ്ട് വെക്കത്തില്ലേ? എന്താ അത്? മനുഷ്യക്കോലം. അതിൻ്റെ തലയിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് ആ ചട്ടിയിൽ കണ്ണും മൂക്കുമൊക്കെ വരച്ച് ഇതിങ്ങനെ കൈയൊക്കെ വിരിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കും. എനിക്ക് കുരിശിലേക്ക് നോക്കുമ്പോഴൊക്കെ മനുഷ്യക്കോലത്തെ ഓർമ്മ വരും. അപ്പം നിങ്ങൾ എന്ത് മനുഷ്യനാച്ചാന്നേ നിങ്ങൾ വിചാരിക്കുന്നല്ലേ? ഇതെന്തൊരു മനുഷ്യനാണ്? കുരിശ് നോക്കുമ്പോൾ മനുഷ്യക്കോലം ഓർമ്മ വരുന്നു. അതിനൊരു കാരണമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യക്കോലം ഉണ്ടല്ലോ, ഇങ്ങനെ കൈയൊക്കെ വിരിച്ചു പിടിച്ച് ഒരു മുളയിൽ വെച്ച് കെട്ടി തലയിലൊരു ചട്ടിയും കമത്തി വെച്ചിരിക്കുന്ന മനുഷ്യക്കോലം, ആ മനുഷ്യക്കോലം പുറകിൽ ഉയരുന്ന കെട്ടിടത്തെ നോക്കി പറയുന്ന ഒരു വരിയുണ്ട്. എന്നാ പറയുന്നറിയാമോ? പുറകിൽ ഉയരുന്ന കെട്ടിടത്തെ നോക്കി പറയുകയാണ്, സഖേ എന്ന് വെച്ചാൽ സുഹൃത്തേ. ഈ മനുഷ്യക്കോലം കെട്ടിടത്തെ നോക്കി പറയുകയാണ്, എന്ത്? സഖേ, നീ വളരെ കണ്ണേറെനിക്ക്, മണ്ണേറെനിക്ക്, കല്ലേറെനിക്ക്. സഖേ, നീ വളർന്ന് വലുതാകും. മുമ്പിൽ നിൽക്കുക മനുഷ്യക്കോലം, കൈ മിരിച്ചു പിടിച്ചിട്ട് പറയുക, എൻ്റെ പ്രിയപ്പെട്ടവനെ, പുറകിൽ ഉയരുന്ന കെട്ടിടമേ, നീ വളരെ. എല്ലാ കല്ലേറും, എല്ലാ മണ്ണേറും, എല്ലാ കല്ലേറും ഞാൻ കൊള്ളാം, നീ പുറകിൽ വളരെ. കുരിശ്, കർത്താവ് കുരിശ് ഇങ്ങനെ കൈവിരിച്ചു പിടിച്ചിട്ട് മനുഷ്യകുലത്തോട് പറഞ്ഞതാ, ലോകം മുഴുവനെയും തൻ്റെ പുറകിലോട്ട് ഒളിപ്പിച്ചു നിർത്തിയിട്ട്, ലോകം മുഴുവനെയും തൻ്റെ സഭയെയും പുറകിലേക്ക് ഒളിപ്പിച്ചു നിർത്തിയിട്ട് ഒരു മനുഷ്യക്കോലം കണക്കെ അവൻ കാൽവരിയിൽ കൈവിരിച്ചു പിടിച്ച് കിടന്നതാ. ഇത് പറഞ്ഞുകൊണ്ട്, സഖേ, ലോകമേ, നീ വളർന്ന് വലുതാക്, കല്ലേറെനിക്ക്, മണ്ണേറെനിക്ക്, കണ്ണേറെനിക്ക്. ഞാൻ വേദനയേക്കാം, നീ സുരക്ഷിതനായിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുരിശ് സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. നമ്മളെയും വെല്ലുവിളിക്കുക. ഈ ജീവിതകാലത്ത് ആരെയെങ്കിലുമൊക്കെ നമ്മുടെ പുറകോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കാൻ കുരിശു നമ്മളെ വെല്ലുവിളിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഏൽക്കുന്ന മുറിവാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. നീ നിന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് എന്താ? മക്കൾക്ക് വേണ്ടി ഏറ്റ മുറിവാണ്. അതുകൊണ്ടാണ് ഉയർപ്പിന് ശേഷം തോമായെ വിളിച്ചത്, തോമാ, നീ ഇവിടെ വാടാ, എൻ്റെ മുറിവ് കാണടാ, എൻ്റെ മുറിവ് കണ്ടിട്ട് നീ തിരിച്ചറിയ ഇത് ഞാനാണെന്ന്. മുറിവേൽക്കുക. മറ്റുള്ളവരെ സംരക്ഷണത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ മുമ്പിൽ കൈവിരിച്ചു പിടിച്ച് ചില സങ്കടങ്ങളെ നെഞ്ചേറ്റി വാങ്ങുന്നതിൻ്റെ പേരാണ് കുരിശ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനമേറ്റെടുക്കാൻ കുരിശ് നമ്മളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നുണ്ട്.